വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈക്കൂവിൽ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ്. അപ്പോൾ ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഹബ് കെ ആംഗൻ സദാ ഫുഹാർ യഹാം കിസ് ഹാലത്ത് കി ഓർ ഇഷാര കിയാ ഹെ. അതായത് സഹബിൻ്റെ മുറ്റം ഇന്നും നനഞ്ഞിരിക്കുന്നു, ഇവിടെ എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ആദ്യത്തെ ദോഹയിലുള്ള വരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് നമുക്ക് ഫസ്റ്റിനുള്ളത്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇസ് पंक्ति का मतलब है कि समाज के उच्च वर्ग यानी साहब, അതായത് സമൂഹത്തിലെ ഉയർന്ന വർഗം അഥവാ സാഹബ് ഉनके जीवन में हमेशा सुख सुविधाएं സമ്പന്നത और ആരാം ബന रहता है. അതായത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ സമ്പന്നമായിട്ടുള്ളൊരു ജീവിതവും അതുപോലെ തന്നെ വിശ്രമ ജീവിതവുമാണ് ഉണ്ടാവുന്നത്. उनके जीवन में कभी कभी नहीं आती, हर समय सुख सुविधा आनंद और चैन बना रहता है. यह पंक्ति उस सामाजिक व्यवस्था की ओर संकेत करती है जहाँ सुविधाएं और संसाधन केवल कुछ लोगों तक सीमित रह जाते हैं जबकि आम जन संघर्ष करता रहता है. അതായത് സമൂഹത്തിൽ ഉയർന്ന വർഗത്തിലുള്ള ആളുകളെ എപ്പോഴും അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമ്പന്നതയും അതുപോലെ വിശ്രമ ജീവിതവും നയിച്ചു വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് എപ്പോഴും ഓരോ തരം വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് ഈ ഒരു വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാഠിയാം ബുഡാപ്പേക്ക് ദിക്കാത്തി ദിക്തി നിഹി ഇൻ പങ്ക്തിയോം സെ ക്യാ ആശയം മിൽത്താ ഹെ. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്, വയസ്സായ ആളുകൾക്ക് ഒരു താങ്ങായി ഒരു ഊന്നുവടി ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പം ആ ഒരു വടി ഇവിടെ കാണാനില്ല അല്ലേ, താങ്ങായി നിൽക്കുന്ന ആ ഒരു ഊന്നുവടി ഇവിടെ കാണാനില്ല. അപ്പം എന്തായിരിക്കും അതുകൊണ്ട് ഇവിടെ ഈ ഒരു ദോഹയിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആശയം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇസ് പങ്ക്തി കാ ആശയ ഹെ, അതായത് ഈ പങ്ക്തിയുടെ ആശയം എന്തെന്നാൽ ബുजुर्गों के उनके जीवन के अंतिम पड़ाव में जो सहारा सम्मान सहानुभूति और देखभाल मिलती चाहिए वह अब मिलती नहीं. यह पंक्ति इस बात को उजागर करती है कि आधुनिक समाज में बुजुर्गों की स्थिति दयनीय होती जा रही है. यह पंक्ति हमें आत्मचिंतन करने पर मजबूर करती है. അതായത് വയസ്സായ ആളുകൾക്ക് ഒരു താങ്ങായി ഒരു ഊന്നുവടി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ മക്കളും ഭാര്യ മക്കൾ എന്നിവരെ ആയിരിക്കാം. അപ്പം വയസ്സാം കാലത്ത് അവസ്ഥയാണ് ഈ ദോഹയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ആൻസറിലും പറയുന്നത്. അതായത് വയസ്സാവുന്ന സമയത്ത് ഒരു ഊന്നുവടി, ഒരു സഹായം, ഒരു എന്താണ് കൂടെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതൊരു മാനസികപരമായും ശാരീരികപരമായിട്ടുമല്ല ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വയസ്സായ ആളുടെ ആ ഊന്നുവടി കാണാനില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അവർ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ബുജുർഗോങ്കി ദയനീയ സ്ഥിതി തന്നെയാണ്, ഒറ്റപ്പെട്ട ആ ഒരു സ്ഥിതി തന്നെയാണ് ഈ ഒരു വരിയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതെന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബർഫീലി നഗരി മേ നെഹ് കി ആഞ്ച് സെ ക്യാ താത്പര്യ ഹെ. അതായത് മഞ്ഞുള്ള ആ ഒരു നഗരത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്, മഞ്ഞുള്ള നഗരത്തിൽ സ്നേഹത്തിൻ്റെ ആ ഒരു നെഹ് കി ആഞ്ച് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു ചൂട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം आंसर നോക്കൂ. यहाँ कवयित्री एक संवेदनहीन समाज या रिश्तों में आई डंडक का इशारा करती है. लोग एक दूसरे से भावनात्मक रूप से दूर हो गए हैं. അപ്പം अपनापन, प्रेम और मानवीय संवेदनाएं गदम होती जा रही है. यानी कवयित्री उस डंडी भावशून्य दुनिया में सच्चे प्यार और അപനത്വ കി തോടി സി ഗർമി തലാഷ് രഹി ഹെ. അതായത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ആ തണുത്ത നഗരത്തിലും അവരെന്ത്
സ്നേഹത്തിനെ തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സംവേദൻഹീൻ സമാജിയ റിശ്തോമേ ആയി ഡണ്ടൽ കാ ഇഷാര കർത്തി ഹെ. അതാണ് ഇവിടെ കവിയത്രി നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈക്കൂവിൽ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 3 ക്വസ്റ്റ്യനുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കൂടുതൽ ക്ലാസ്സും ചോദ്യോത്തരങ്ങളും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.